കയറാൻ. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചതാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമുദായത്തിന് ഒരു നെറ്റിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അത്. അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായും തള്ളി. നമ്മൾ പറഞ്ഞ പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കോടതിയിൽ നേരത്തെ അപൂർവമായി കേസായിട്ട് പരിഗണിച്ചു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾ ബ്ലഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അയാൾക്ക് പെട്ടെന്ന് ഒരു സുമുഹൂർത്തത്തിൽ അയാൾക്ക് റീമോഴ്സിന് ഒരു റിഗ്രറ്റിന് ഒരു ചാൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ 15-ാം തീയതി അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 15-ാം തീയതി ഇവിടെ അയാൾ ഒന്നും പറയാത്ത ആൾ അതിനുശേഷം നമ്മൾ ഡെത്ത് പെനാൽറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു വീണ്ടും വിചാരം വന്നത് എന്നുള്ളത്. ഈ മൊഴി മാറിയതിനെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിച്ചത്? ഈ മൊഴി മാറിയതിനെ അതിനാണ് കോടതി എൻ്റെ സൈക്കോളജിസ്റ്റിന് ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെ ആവശ്യപ്പെട്ടത്. ആ ബോർഡിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിൽ ഇയാൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് കണ്ടെത്തി. 4 സാക്ഷികളടക്കം കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, നമ്മളത് കോടതിയിൽ അത് പറഞ്ഞതുള്ളത് അയാൾ മിഡിൽ ഏജ്ഡ് പേഴ്സണാണ്, ഏബിൾഡ് ബോഡി പേഴ്സണാണ്, അയാൾക്ക് യാതൊരു അസുഖവും ഇല്ല എന്നുള്ളത്. 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 സാക്ഷികൾ അത് ഏതെങ്കിലും തരത്തിൽ കേസിനെ ബാധിക്കുന്ന ആശങ്കയുണ്ടായിരുന്നു. 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗിരീഷ് അടക്കമുള്ള ആൾ. അല്ല, അത് നമുക്ക് അയാളുടെ ഗിരീഷിന്റെ മൊഴിയും ഒരു മാറിയതും ഒരു കള്ളത്തരമാണ്. അയാൾ യഥാർത്ഥ സംഭവം കണ്ടിട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് വരുത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഗൂഗിൾ ലൊക്കേഷൻ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞത്? സാഹചര്യമായിട്ട് തെളിയിക്കില്ല. അയാൾ ക്രോസ് ചെയ്തിട്ട് കിട്ടിയതാണ് കാര്യങ്ങൾ. കാരണം 10:35 ആ സ്ത്രീ മരിച്ചത്, രണ്ടാമത്തെ ലക്ഷ്മി എന്ന സ്ത്രീ മരിച്ചത്. ഇയാൾ പറയുന്നത് 11 മണിക്ക് ഞാൻ കാണുമ്പോൾ 11 മണിക്കാണ് ഞാൻ കാണുമ്പോൾ ബ്ലഡ് ചീറ്റടിക്കണമെന്നാണ് പറയുന്നത്. 10:35 മരിച്ച ഒരാളിനെ 11 മണിക്ക് ഇയാൾ കാണുന്നത് പറഞ്ഞ് അയാൾ കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഈ പ്രതിഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ശിക്ഷാവിധി വന്നാൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ്. അത് അല്ലെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക് ഡ്യൂട്ടിയാണ്, അവരുടെ റൈറ്റാണ്. അത് നമുക്ക് തടസ്സം പെടുത്താൻ പറ്റില്ല. അല്ല, അതിനും അവിടെ ഉണ്ടല്ലോ പ്രോസിക്യൂട്ടർമാരുണ്ട്, കാര്യങ്ങൾ, എല്ലാ തെളിവുകളും പോലീസ് ആൾക്കാരുടെ എല്ലാവരെയും നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് നല്ല എഫക്റ്റാണ്. മെയിൻ ഒരു ടീമായിട്ടാണ് നടന്നത്. അപ്പം എൻ്റെ ലൈസനായാലും ജീനു ആയാലും ശരി, രമേശ് ആയാലും ശരി, ബാക്കി എല്ലാ സാക്ഷികളും എല്ലാവരും എൻ്റെ ജൂനിയർ ആയാലും അനീഷയും എല്ലാവരും ഒന്നിച്ചേർന്നിട്ട് സാക്ഷികളെ അവരുടെ ഉദ്ദേശം അവരെ പഠിപ്പിക്കലല്ല, അവരെ പേടിയില്ലാതെ കോടതിക്ക് എത്തിക്കലാണ് വലിയ ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എല്ലാവരും പേടിച്ച് ഞങ്ങൾ വരണോ എന്നാണ് ഒരു ചോദ്യം. അവരത് പറഞ്ഞ് മനസ്സിലാക്കാനേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട്. ഈ കൊടുവാളിൽ നിന്ന് DNA ഒക്കെ കണ്ടെത്താൻ കഴിയില്ല 3 പേരുടെ. അപ്പോൾ ശാസ്ത്രീയ തെളിവുകളും അല്ല, കൊടുവാളിൽ നിന്ന് DNA അല്ല കണ്ടെത്തുന്നത്, കൊടുവാളിൽ നിന്ന് സെല്ലാണ് കണ്ടെത്തുന്നത്. അതായത് ഈ പിടിവലി നടത്തുമ്പോൾ സ്റ്റെമ്പിൽ ഒരു സെല്ല് 3 ആളുടെയും ഇത് വന്നു, അത് സെൽസ് വന്നു. അത് വളരെ നിർണായകമായ എന്താ വെച്ചാൽ അറസ്റ്റ് ചെയ്യുന്ന മുമ്പാണ് ഇത് ഇത്രയും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഫാബ്രിക്കേഷന് ഒരു ചാൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. ഇല്ല, ഇത് അപ്പീൽ ഹൈക്കോടതി ഇതെല്ലാം വീണ്ടും പരിഗണിച്ചിട്ട് മാത്രമേ അയാളെ ഡെത്ത് സെന്റൻസ് വിധേയമാക്കൂ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അത് സുപ്രീം കോടതിക്കും പോകാം. സമൂഹത്തിന് ശക്തമായൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായും അത് കോടതി അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള അടക്കം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായും സന്തോഷമാണ്. അവരിവിടെ ഉണ്ട്, അവർ വിധി കേട്ടിട്ടുണ്ട്. അവർക്ക് ആദ്യത്തെ കുട്ടിക്ക് ജോലി അടക്കം സർക്കാർ സ്ഥിരപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്
അതും വിധിയിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇയാൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും അതോറിറ്റി, അതായത് ഗവൺമെൻറ്റോ കോടതിയോ റോള് കൊടുക്കുകയാണെങ്കിൽ അടക്കം അതിന് എല്ലാ ബിസിനസ്സിനും സെക്യൂരിറ്റി കൊടുത്ത് മാത്രമേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ചാൻസ് ഇങ്ങനത്തുള്ള ചാൻസ് കോടതിയിലൊന്നും വരാളൊന്നും കൊടുക്കില്ല. സ്വാഭാവികമായിട്ട് ഏത് സർക്കാരും ചെയ്യാത്ത പണിയാണ് എൻ്റെ അറിവിൽ. ആദ്യത്തെ കുട്ടി സർക്കാർ ജോലി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് സർക്കാർ ജോലി അടക്കം നൽകണമെന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്ന കാര്യം കൂടി, കോടതി വിധിയിലുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നത്. പ്രോസിക്യൂട്ടർ ഈ കേസ് ഫ്രെയിം ചെയ്ത രീതിയും അതിൻ്റെ നടപടിക്രമങ്ങളും അടക്കമാണ് വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും പ്രോസിക്യൂഷൻ്റെ പൂർണ്ണ വിജയമാണ്. ഒന്ന്, പോലീസ് അന്വേഷണം നടത്തി അത് പൂർണ്ണമായി കോടതിയിൽ ഫ്രെയിം ചെയ്തെത്തിക്കുന്നു. പിന്നീട് സാക്ഷികളെ അടക്കം വിസ്തരിക്കാൻ, സാക്ഷികളെ അടക്കം കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർ നടപടികൾ, ഇങ്ങനെ സങ്കീർണമായ ഒരു ടീമായുള്ള പ്രവർത്തനമാണ് ഇതുണ്ടാവുന്നത്. സമൂഹത്തിന് മുന്നിൽ ഈ കോടതി വിധി ഒരു മാതൃകയാണ്, ഒരു സന്ദേശം നൽകലാണ്. ഇനിയും ഇത്തരമൊരു സംഭവം ഉണ്ടാവരുത്. കൊടും ക്രിമിനലുകൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കാത്തിരിക്കുന്നത് നിങ്ങളെ തൂക്കുകയറാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിധി ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിചാരണ കോടതിയുടെ വിധി, തൂക്കുകയറ്, വധശിക്ഷ അതേപടി നടപ്പിലാക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിൽ ചില അപ്പീൽ നടപടികളടക്കം മേൽക്കോടതിയുടെ നിരീക്ഷണത്തിൽ വരും. അതിനുശേഷം മാത്രമേ അതിലേക്ക് ഉണ്ടാവൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സി വി അനുമോദുണ്ട്. അനുമോദ്, പ്രോസിക്യൂട്ടർ അവരുടെ വിജയ വഴികൾ വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ ഈ വധശിക്ഷ, നമുക്കറിയാം വധശിക്ഷ കോടതി വിധിച്ചാലും അത് കാത്തു കഴിയുന്നവർ നിരവധിയാണ്. കേരളത്തിൽ അടുത്ത കാലത്തൊരു വധശിക്ഷ നടപ്പിലായിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ കോടതിയിൽ നിന്നുള്ള വിധി ഉണ്ടായെങ്കിൽ പോലും അതിന് സങ്കീർണതകൾ ഏറെയാണ്. പ്രോസിക്യൂട്ടർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചോ? എന്താണ് അതിൻ്റെ പ്രതിസന്ധികൾ? സജിത്ത്, വധശിക്ഷ എന്നുള്ളത് ഈ കേസിൽ കോടതിയെ സംബന്ധിച്ച് നൽകാവുന്നതിൽ പരമാവധി ശിക്ഷ തന്നെയാണ്. പക്ഷേ അത് നമുക്കറിയാം 1991 ശേഷം ഒരു വധശിക്ഷയും കേരളത്തിൽ നടപ്പായിട്ടില്ല എന്നുള്ളത് അതൊരു വസ്തു തന്നെയാണ്. പക്ഷേ ഇത്രയും ഒരു ശിക്ഷ വിധിക്കുന്നത് സമൂഹത്തിനൊരു മാതൃകയാകാനാണ്. കാരണം ഇത്തരത്തിലൊരു കൃത്യം മറ്റാരും ചെയ്യരുത്. നിയമത്തിൻ്റെ ഏറ്റവും പരമാവധി ശിക്ഷ നൽകുന്നത് അത്തരത്തിൽ ഒരു സന്ദേശം നൽകാൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും വധശിക്ഷയ്ക്കെതിരെ ഈ പ്രതിഭാഗം അപ്പീൽ പോകും, ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിക്ക് ശേഷം അവർ സുപ്രീം കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് മുൻപിലുള്ള കാര്യങ്ങളാണെന്ന് അറിയുമെങ്കിൽ തന്നെയും 91 ശേഷം ആരെയും കേരളത്തിൽ തൂക്കി കൊന്നിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്കുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിധി അത് സമൂഹത്തിനൊരു മാതൃകയാക്കാൻ വേണ്ടി തന്നെയാണ് കോടതി ഫുൾ പ്രൂഫായിട്ടുള്ള പ്രോസിക്യൂഷൻ്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് വിധി ന്യായം പുറപ്പെടുവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ ഇനി ഒട്ടേറെ പൂർത്തീകരിക്കാനുണ്ട്. ഒരുപക്ഷെ അയാൾ ഇനി പുറം ലോകം കാണില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുന്ന കാര്യം. അയാൾക്ക് ഇനി പരോൾ കിട്ടില്ല, അയാൾക്ക് ശിക്ഷ ഇളവ് കിട്ടില്ല. അയാൾ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയായി ശിഷ്ടകാലം ജയിലിൽ തന്നെ ആയിരിക്കും കഴിയുക. അയാളെ തൂക്കിക്കൊല്ലുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമുക്ക് നിയമത്തിൻ്റെ പല അതായത് നൂലിഴ പരിശോധിക്കുമ്പോൾ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളിലൂടെ പ്രതിക്ക് വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യത നമുക്ക് കാണാം. നേരത്തെ ഗോവിന്ദസ്വാമി വരെ വധശിക്ഷ ഒഴിവാക്കിയ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ പക്ഷേ ഈ ഒരു കോടതിയുടെ വിധി ഇതിൽ പരമാവധി ശിക്ഷ ഇയാൾ അർഹനാണ് എന്ന് തെളിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മേൽക്കോടതിയിലും ഈ റിപ്പോർട്ടുകൾ തന്നെയായിരിക്കും പരിഗണിക്കുക. പ്രതിഭാഗത്തിന് ഇതിനപ്പുറത്ത് ഒന്നും ഹാജരാക്കാനില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിട്ട് വേണം ഈ ഒരു വിധിന്യായത്തെ കാണുവാൻ. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു ഉചിതമായ വിധിയാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടത്. ഒന്ന്, ഇതിൽ ആ കുടുംബത്തിൻ്റെ പ്രതികരണം. രണ്ട്, ചെന്താമരുടെ പ്രതികരണം. സജിത്ത്, അതാണ് ആ രണ്ട് പ്രതികരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും ആ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ഒരു നീതി കിട്ടൽ ഇതിലുണ്ടായോ എന്ന കാര്യത്തിൽ അവരുടെ പ്രതികരണം ഉണ്ടാവണം. ഒപ്പം ആ പെൺമക്കൾക്ക് സർക്കാർ ജോലി അടക്കമുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന കാര്യം കൂടി കോടതി വിധിയിലുണ്ട്. സ്വാഭാവികമാണ് ഇത്തരം പ്രമാദമായൊരു കേസിൽ കോടതി നിരീക്ഷണം കൂടി ഉണ്ടായാൽ സർക്കാരും അനുകൂലമായി തീരുമാനമെടുക്കാനാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, വിചാരണ കോടതിയിൽ നിന്നും വധശിക്ഷ എന്ന പരമാവധി ശിക്ഷാവിധി ഉണ്ടെങ്കിലും പ്രതിയെ തൂക്കിക്കൊല്ലുമോ എന്ന ചോദ്യത്തിന് ഇനിയും സങ്കീർണമായ കടമ്പകൾ നിരവധിയുണ്ട് എന്നതാണ് അതിന് മറുപടി. ആ കടമ്പകൾ മറികടന്നു പോകണം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ 1991 ജൂലൈ 6-നാണ് കേരളത്തിലെ അവസാനമായൊരു വധശിക്ഷ നടപ്പിലാക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഈ വധശിക്ഷ നടപ്പിലായത്. മറ്റൊന്നുമല്ല, അതും ഒരു പ്രമാദമായ നിരവധി കേസുകളിലെ ഏറെ കുറ്റകൃത്യങ്ങൾ നടത്തിയ ക്രൂരനായ ഒരു കൊലയാളിയാണ് റിപ്പർ ചന്ദ്രൻ. 14 പേരുടെ തല
ചുറ്റിക കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ റിപ്പർ ചന്ദ്രനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് 1991 ജൂലൈ 6 തൂക്കിക്കൊല്ലുന്നത്. അന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആരാച്ചാർ, അതായത് ആരാച്ചാർ ഈ തൂക്കിക്കൊല്ലേണ്ട ചുമതലയുള്ള വ്യക്തി, അങ്ങനെ ഒരു നിയമനം, ഒരു പോസ്റ്റിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഒടുവിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് തന്നെ ആ ചുമതല നിർവഹിച്ചു എന്നതാണ് അന്നത്തെ ചരിത്രം. അതിന് മുമ്പ് കേരളത്തിൽ 91 മുമ്പ് ശേഷം കേരളത്തിൽ നടന്ന തൂക്കിക്കൊല അത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അത് 1974 അഴകേശൻ എന്ന ആളെയാണ് അന്ന് തൂക്കിക്കൊന്നത്. അങ്ങനെ തൂക്കിക്കൊല, വധശിക്ഷ എന്നത് ശിക്ഷാവിധിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. കേരളത്തിൽ ഇപ്പോഴും വധശിക്ഷ വിധിക്കപ്പെട്ടിട്ട് അത് നടപ്പിലാക്കാൻ കാത്തുകിടക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ജയിലുകളിലുണ്ട് എന്നതാണ് ചരിത്രം. അപ്പോൾ ഇവിടെ ചെന്താമരയെ കാത്തിരിക്കുന്നത് എന്താണ്? ഈ കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും നീതി കിട്ടിയോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.